ഹലോ, വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ. അതെ, ഇന്നത്തെ ദിവസത്തെ ഒരു ഡിന്നറാണ് ഞാൻ ഇതിൽ പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല പഞ്ഞി പോലത്തെ അപ്പവും നല്ല ചെമ്മീൻ, നമ്മുടെ കൊഞ്ച് നല്ല തേങ്ങയൊക്കെ അരച്ച് നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയും. അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ തയ്യാറെടുപ്പാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ കേട്ടോ. ഏകദേശം സമയം ഒരു 7:30-7:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി, നമ്മുടെ വിമാസിൻ്റെ തന്നെ പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ട് കുറച്ച് മാവ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊടിയും കൂടെ ഇട്ട് നമ്മുടെ കുറച്ച് ചോറും കുറച്ച് ഈസ്റ്റും ചെറു ചൂടുവെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്ത് ഒരു അരമണിക്കൂർ മതി. അപ്പോൾ ഈസ്റ്റ് നമുക്ക് പെട്ടെന്നാവണമെങ്കിൽ അതനുസരിച്ച് ഈസ്റ്റിൻ്റെ അളവ് കൂട്ടണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം, കാലിൽ കുറച്ച് കൂടി നിൽക്കും, ആ ഒരളവിലാണ് ഈസ്റ്റ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ചൂടുവെള്ളം ഒഴിച്ച് ഇതിനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇടുന്നത്. അപ്പോൾ പെട്ടെന്ന് അടിഞ്ഞ് വരാൻ എളുപ്പം. മറ്റേ മിക്സിയുടെ ജാറിൽ നമ്മളിതെല്ലാം തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ട പിടിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ അപ്പത്തിൻ്റെ മാവ് ഞാൻ ഉള്ളത് കൊണ്ടാണ് അത് ചേർത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടിയും ഏത് കമ്പനിയുടെ ആണെങ്കിലും നമ്മൾ പത്തിരി ഇടിയപ്പം ഉണ്ടാക്കുന്ന പൊടിയില്ലേ, ആ പൊടി എടുക്കുക, ആവശ്യത്തിനുള്ള ചോറെടുക്കുക, ഈസ്റ്റ്, ഉപ്പ്, ഒരു നുള്ളു പഞ്ചസാര, ചെറു ചൂടുവെള്ളം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് റെഡിയാക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കൊഞ്ചിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. സാധാരണ നമ്മൾ കൊഞ്ച് ഫ്രൈയും അല്ലെങ്കിൽ നമ്മുടെ കൊഞ്ച് റോസ്റ്റും അങ്ങനെയൊക്കെയുള്ള പല രീതിയിലൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഇതുവരെയെങ്കിലും ഈ ഒരു രീതി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ മീൻകറി കുടംപുളിയിട്ട് തേങ്ങ അരച്ച് വെക്കും, അതുപോലെ തന്നെ 1-2 ഐറ്റംസും കൂടെ നമ്മൾ എക്സ്ട്രാ ചേർക്കണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വന്ന് കയറിയ ഉടനെ തന്നെ അപ്പത്തിൻ്റെ മാവ് ആദ്യം അടിച്ചു വെച്ചാലല്ലേ അത് നന്നായിട്ട് പതഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ ആദ്യം അപ്പത്തിൻ്റെ മാവിൻ്റെ പരിപാടികളൊക്കെയാണ് നോക്കിയത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാറില്ല. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന കുറച്ച് പേരൊക്കെ ഇല്ലേ, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇടയ്ക്കൊക്കെ വീഡിയോ ഇങ്ങനെ ഇടും, പിന്നെ കാണാനില്ല, എന്ത് പറ്റി എന്നുള്ളതൊക്കെ. കാര്യം എന്തെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒട്ടും തന്നെ സമയം കിട്ടുന്നില്ല. കാര്യം മോളുടെ ഒരു പിണക്കവും അവളുടേതായിട്ടുള്ള കുറച്ച് കുസൃതിയും, പിന്നെ അതിൻ്റെ ഇടയിൽ അവൾക്ക് പനി വന്നു, പിന്നെ അത് കഴിഞ്ഞ് മോന് പനി വന്നു, അത് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് രണ്ടുപേരെ ഇവരെ ശുശ്രൂഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കും വന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ, പിന്നെ കടയിൽ ഇടയ്ക്ക് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ആ ഒരു റെഗുലറായിട്ട് അങ്ങനെ നമ്മുടെ ചാനലിൽ ആ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. കാര്യം നമ്മൾ ഫോണൊന്ന് സെറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാലെന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് അതിന് പോലും സമയം, ആ മോള് പിണക്കം കാരണം എനിക്ക് അതുപോലും എടുത്ത് ഒപ്പം എഴുന്നേക്കും. ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. ചില സമയം കിടന്നുറങ്ങി തണുപ്പൊക്കെ ഇല്ല, അപ്പോൾ ഒരു 8:30 വരെയൊക്കെ കിടക്കും. അല്ല, എഴുന്നേൽക്കുന്ന സമയമാണെങ്കിൽ അവൾ ഒപ്പം എഴുന്നേക്കും കേട്ടോ. അതെ, ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഞങ്ങളുടെ ഇവിടെ പായിപ്രകവലയിൽ ഇങ്ങനെ ഇടയ്ക്ക് ബുധനും ശനിയും പച്ചക്കറിയുടെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കെ ചെന്ന് മേടിച്ച് ഇങ്ങനെ സാമ്പാർ കിറ്റാണ് 100 രൂപ. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ 1-2 ഐറ്റം കൂടെ വാങ്ങിയിട്ടുണ്ട്. കിഴങ്ങ് 1 കിലോ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇക്കെ ഈ നമ്മുടെ കൊച്ചു ചെമ്മീനും ഉണക്ക ചെമ്മീനില്ല, അതും ചക്കക്കുരുവും മുനിയക്കോലും കൂടെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അത് ചക്കക്കുരു സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും 1/2 കിലോ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഈ സാമ്പാറിൻ്റെ പച്ചക്കറിയിൽ അത്യാവശ്യം എല്ലാ പച്ചക്കറിയും ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു പടവലം വലുത് മേടിച്ചിട്ടുണ്ട്. 3 ഐറ്റം ഇത് സാമ്പാർ കൂട്ട് കൂടാണ്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് അതൊന്നും എടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ അപ്പം ഉണ്ടാക്കാനുള്ള മാവിൻ്റെ എല്ലാം അടിച്ച് റെഡിയാക്കിയിട്ട് പൊങ്ങി വരാൻ വേണ്ടി മാറ്റി പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ സമയം നമുക്ക് ചെമ്മീൻ്റെ തേങ്ങ അരച്ചെടുക്കാം. 1/2 കിലോ ചെമ്മീനാണ് മേടിച്ചത് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തായിരുന്നു, മോന് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാക്കിയുള്ളതിനാണ് ആവശ്യത്തിനുള്ള തേങ്ങയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഞാൻ ഈ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതിൽ
കൂടുതലായിട്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് വെള്ളരിക്ക, ചെമ്മീൻ്റെ ഒപ്പം തന്നെ ഒരു കഷ്ണം വെള്ളരിക്ക. അപ്പോൾ സാമ്പാർ കൂട്ടിലുള്ള വെള്ളരിക്ക ഞാനിങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുടംപുളി, ഒരു ചെറിയ മാങ്ങ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പം ഒത്തിരി കുടംപുളി ഇടണ്ട, ഒരു ചെറിയ 2 കഷ്ണം എടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ആ കുടംപുളിയും കൂടെ നമുക്ക് കുതിരാനൊക്കെ എടുത്ത് വയ്ക്കും. അപ്പോൾ കുടംപുളി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മേടിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ എടുത്തിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് കുടംപുളി കുതിരാനായിട്ട് കഴുകി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടെ എടുത്ത് നമുക്കത് കുതിരാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീനിന് വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകിട്ട് ചോറ് ഞങ്ങൾ 3 പേരും മിക്കവാറും ഞാനും ഇക്കയും എന്തായാലും ഞങ്ങളിപ്പോൾ ചോറ് അങ്ങ് മാറ്റിയിട്ടുണ്ട്. രാവിലെ ഉണ്ടാക്കുന്ന ദോശയോ അപ്പോ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പുട്ടുണ്ടാക്കും. അപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ അതാണിപ്പോൾ പൊതുവിൽ കഴിക്കാനായിട്ട് രാത്രി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീൻ്റെ ഞാൻ അരപ്പ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങ, കുറച്ച് ചെമ്മീനുള്ളതുകൊണ്ട് കുറച്ച് അരമുറി തേങ്ങ ഞാൻ എടുത്തോളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന്, ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെയാണ് എക്സ്ട്രാ ചേർത്തേക്കുന്നത്. ഇനി നമുക്കത് ഈ വെള്ളരിക്ക, പിന്നെ പച്ചമുളക് വേണം, ഒരു തക്കാളി വേണം, പിന്നെ ഞാൻ മാങ്ങ കൊണ്ടുവന്നത് മോൻ അതിനിടയിൽ വന്നിട്ട് കട്ട് ചെയ്ത് അവന് മാങ്ങ ഉപ്പും മുളകും ഇട്ട് കഴിക്കണമെന്നും പറഞ്ഞ് അവൻ അത് എടുത്തുകൊണ്ട്, എന്നിട്ട് ഞാൻ അവൻ്റെ നടി കൂടി ഒരു ചെറിയൊരു കഷ്ണം മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പുളി ഇടുന്നത് കൊണ്ട് നല്ല പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി, മറ്റേത് ഒത്തിരി പുളിപ്പായി പോകും കേട്ടോ. അപ്പോൾ അതേ ഞാൻ പച്ചമുളക് 2 എടുത്തുള്ളൂ, കാരണം മോനൊക്കെ എരിവ് കുറവായതുകൊണ്ട് അതനുസരിച്ച് എടുക്കുന്നുള്ളൂ. ഒരു ചെറിയ കഷ്ണം പച്ചമാങ്ങ, പിന്നെ തക്കാളി 1 നാടൻ തക്കാളിയാണ്, പിന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയാണ്. അപ്പോൾ അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ ഈ പച്ചടിക്ക് അരിഞ്ഞെടുക്കത്തില്ലേ, ആ അളവിന് വേണം വെള്ളരിക്ക നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾസായിട്ട് പിന്നെ വഴുതനങ്ങയോ അല്ലെങ്കിൽ കത്തിരിക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇതിലിടാം കേട്ടോ. ഒരുപാട് ഇടരുത്, പക്ഷേ എന്നാൽ ഇത് കുറച്ചായിട്ട് ഇതൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചെമ്മീൻ വരുന്നത്. അപ്പോൾ അത് ഞാൻ വെള്ളരിക്കയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം നല്ല നീറ്റാക്കി ഞാൻ റെഡിയാക്കി കഴുകി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു കഷ്ണം പകുതി വഴുതനങ്ങയും കൂടെ ഞാൻ കട്ട് ചെയ്ത്, അത് നീളത്തിനാണ് കട്ട് ചെയ്തിടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതെല്ലാം റെഡിയാക്കി നമ്മളൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. കറിവേപ്പില കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൺചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂട് വരുമ്പോൾ കുറച്ച് ലേശം കടുക്, ഉലുവ ഇടുന്നില്ല, കടുകാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2-3 കടുകും കൂടെ ഇട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം ഒന്ന് നന്നായി പാകത്തിനെല്ലാം ഒന്ന് ആയി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസായിട്ട് അങ്ങ് ഒരുമിച്ചിട്ട് കൊടുക്കുക. പച്ചമുളക്, നമ്മുടെ പച്ചമുളക്, വഴുതനങ്ങ കട്ട് ചെയ്തത്, പിന്നെ ടൊമാറ്റോ, വെള്ളരിക്ക കട്ട് ചെയ്തേക്കുന്ന കണ്ടോ ഈ ഒരു അളവിൽ, പിന്നെ മാങ്ങ, ഒരു ചെറിയ കഷ്ണം മാങ്ങ, അത് ഈ അളവിലാണ് വഴുതനങ്ങ കട്ട് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് അങ്ങോട്ട് ഒരുമിച്ച് അങ്ങ് തട്ടി റെഡിയാക്കി എടുക്കുക കേട്ടോ. 2 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണ ചൂടായി വന്നു, അതിൽ കടുക് ഇട്ടു. കടുക് പൊട്ടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. ചോറിനാണെങ്കിലും ശരി, അപ്പത്തിനാണെങ്കിലും ശരി, എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ചെമ്മീൻ കുടംപുളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക രുചിയാണ്, നല്ല പഴയ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നമ്മൾ കഴിച്ച് നോക്കി തന്നെ ആവണം കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ എൻ്റെ മദർ ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷനാണ്. ആക്ച്വലി എൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിവിടെ ഇക്കാനും ഭയങ്കര ഇഷ്ടമാണ്, മോനും ഒരുപാട് ഇഷ്ടമായി. ഇന്നലെ തന്നെയാണെങ്കിലും പറഞ്ഞു, ഉമ്മ എനിക്ക് ഈ കറി ഇഷ്ടമായിട്ടുണ്ട്, എരിവൊക്കെ പാകത്തിനുള്ള എരിവൊക്കെ ഉള്ളൂ, നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് എൻ്റെ മോനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് അടച്ചു വയ്ക്കുക. ഒന്ന് ചെറിയൊരു തിള പോലെ ഒന്ന് ഇങ്ങനെ വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഉപ്പും കൂടെ ഇട്ടാൽ പെട്ടെന്ന് വെന്ത് നല്ല രീതിയിൽ വരുമല്ലോ. അപ്പോൾ കുടംപുളി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആ കഷ്ണങ്ങൾ മാറി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് കുടംപുളി ഇങ്ങനെ കിടക്കൂലല്ലോ. അപ്പോൾ മാങ്ങയുടെ പുളിപ്പും ടൊമാറ്റോയുടെ പുളിപ്പും ഒക്കെ നോക്കി വേണം നമ്മൾ പുളി ഇടേണ്ടത്.
ചെമ്മീൻ ഇത്രയേ ഉള്ളൂ. ആ ഉള്ള ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിനോടൊപ്പം ഇട്ട് ഒന്ന് ഇളക്കി അടച്ചു വെക്കുക കേട്ടോ. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് മറിച്ച് നല്ല രീതിയിൽ ഇളക്കി നല്ലതായിട്ടാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് ചെമ്മീനൊക്കെ നല്ലതായിട്ട് വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ ആ അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കഴുകി പാകത്തിനുള്ള കറി എന്തോരാണോ വേണ്ടത്, കുറച്ച് ഇച്ചിരി ഒന്ന് വറ്റിയിരിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അതനുസരിച്ച് പാകത്തിന് വെള്ളം ചേർക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കറി വേണം. പുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി ഗ്രേവി കൂടുതലായിട്ട് വേണമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തേങ്ങയിട്ട് അരച്ച് നല്ല കുടംപുളിയൊക്കെ ഇട്ട ചെമ്മീൻ കറി ഇവിടെ തയ്യാറാവും. അതിനോടൊപ്പം തന്നെ ഞാൻ നല്ല പഞ്ഞി പോലുള്ള അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് സാമ്പാറിൻ്റെയൊക്കെ മലക്കറിയൊക്കെ നമുക്ക് എടുത്ത് നന്നായിട്ട് മാറ്റി എല്ലാം തരംതിരിച്ചൊക്കെ വയ്ക്കാം. ബീട്രൂട്ട് അഡീഷണൽ അവർ സാമ്പാറിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു തോരത്തിൻ്റെ ഐറ്റം ഇടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ കോവയ്ക്കായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ബീട്രൂട്ട് ഒരു 3 എണ്ണം നമുക്കൊരു തോരത്തിന് എടുക്കാനുള്ള ഐറ്റംസ് വരും കേട്ടോ. പിന്നെ വെണ്ടയ്ക്ക 1/2 കിലോ അല്ലാണ്ട് സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരാഴ്ചയിലൊക്കെ ഒരു ദിവസം ഇങ്ങനെ മേടിക്കുമ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്ക് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള നമുക്ക് 2-3 ഐറ്റം വെജിറ്റബിൾ കറി, സാമ്പാറോ അവിയലോ അല്ലെങ്കിൽ തോരനൊക്കെ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഉണ്ടാവും. പിന്നെ നമ്മൾ തക്കാളിയും സവാളയും എക്സ്ട്രാ മേടിക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് പാകത്തിന് വരുന്നുണ്ട്. ആ സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക. അപ്പോൾ ഒരു ലേശം ഉപ്പ് കുറവ് തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് എരിവും കൂടെ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളരിക്കയും ആ മാങ്ങയും ആ കഷ്ണങ്ങളൊക്കെ എല്ലാം വെന്ത് ചെമ്മീനിൻ്റെ ഒപ്പം ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ചൂടൻ അപ്പവും അല്ലെങ്കിൽ ചൂടൻ പുട്ടും ആയിട്ട് കഴിക്കുമ്പോൾ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഡിന്നറാണ് ഇന്നത്തെ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ കറികളൊന്നും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും വോയിസ് കൊടുത്ത് നീട്ടുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ കാണുക. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ബൈ.